അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ നഈമി വിഷൻ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ ദിക്ർ അത് ചൊല്ലി നമ്മൾ ദുആറെന്നാൽ, ഞാൻ പറയുന്ന എണ്ണം പൂർത്തീകരിച്ച് നിങ്ങൾ ദുആറെന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ഇത് കേട്ടാലും എല്ലാവർക്കും ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം എന്താ? അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചവർക്കല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോകുന്ന ദിക്ർ വളരെ പവറായ നല്ല പവറുള്ള ഒരു ദിക്റാണ്. എല്ലാ ദിക്റുകൾക്കും പവറുണ്ട്, എന്നാൽ ചിലതിനേക്കാൾ കൂടുതൽ പ്രത്യേകതയുണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്ന ദിക്ർ അത് 1000 പ്രാവശ്യം ചൊല്ലണം. 1000 പ്രാവശ്യം ചൊല്ലാൻ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ സമയം മതി. അങ്ങ് കൂടിപ്പോയാൽ അരമണിക്കൂർ, അരമണിക്കൂർ സമയം നമ്മൾ ചിലവഴിച്ചുകൊണ്ട് അരമണിക്കൂർ സമയം കൊണ്ട് 1000 പ്രാവശ്യം ചൊല്ലാൻ പറ്റും. അത് ചൊല്ലി നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ദുആറെന്നാൽ ആ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനിത് പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരാൻ കാരണം, ഒരുപാട് സഹോദരി സഹോദരന്മാർ പല പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞ് വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും മൊത്തത്തിൽ ഇനി ആ വിഷമങ്ങൾ പറഞ്ഞവർക്കും പറയാത്തവർക്കും എല്ലാം ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്നിത് പറഞ്ഞു തരുന്നത്. വളരെ പവർഫുള്ളായ ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് 1000 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. 1000 പ്രാവശ്യം ഒന്ന് കേൾക്കുമ്പോൾ മടക്കി വെച്ചിട്ട് പൊയ്ക്കളയരുത്. 1000 പ്രാവശ്യം ഒന്ന് കേൾക്കുമ്പോൾ ഇട്ടിട്ട് പൊയ്ക്കളയരുത്. 1000 പ്രാവശ്യം ചെല്ലാൻ കൂടിപ്പോയാൽ അരമണിക്കൂർ സമയം മതി. നമ്മൾ ഓരോ ദിവസവും മണിക്കൂറുകളാണ് നമ്മുടെ മൊബൈലിൽ നമ്മൾ ചിലവഴിക്കുന്നത്. അതിനൊപ്പം കൂട്ടത്തിലൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ കഴിവിൻ്റെ പരമാവധി വീട്ടിൽ TV ഉള്ളവരാണെങ്കിൽ, ബ്ലൂടൂത്ത് കണക്ഷനുള്ള TV ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിന്നും ആ TV യിലേക്ക് കണക്ട് ചെയ്ത് TV-യിലൂടെ കേൾക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മൊബൈൽ അധിക സമയം നിങ്ങൾ പ്രസംഗം കേൾക്കാനാണെങ്കിലും വഅദ് കേൾക്കാനാണെങ്കിലും ഇനി ക്ലാസ് കേൾക്കാനാണെങ്കിലും അധിക സമയം മൊബൈൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ശരീരത്തിന് അത് കേടാണ്. ഒരുപാട് സമയം മൊബൈൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് കേടാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയും നമ്മൾ മൊബൈൽ ഒരുപാട് സമയം ഉപയോഗിച്ച് തലവേദനയും മറ്റു രോഗങ്ങളും വിളിച്ചു വരുത്തണ്ട. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ബ്ലൂടൂത്ത് കണക്ഷനുള്ള TV ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ആ മൊബൈല് TV-യിലേക്ക് കണക്ട് ചെയ്ത് TV-യിൽ കേൾക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് പുനരാരംഭിക്കുന്ന സമയത്തും അങ്ങനെ TV-യിലൂടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് TV-യിലൂടെ കണ്ടാൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ TV-യിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കണക്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ മൊബൈൽ തന്നെ കാണട്ടെ. അവർ മൊബൈൽ തന്നെ കണ്ടാൽ മതി. അല്ലാത്തവർ അങ്ങനെ ഉള്ളവർ കാണട്ടെ. കാരണം മൊബൈൽ പരമാവധി ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇടയ്ക്കെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത് ആ ദിക്ർ നമുക്കിന്നത് കുറച്ച് ചൊല്ലി ദ്വാരക്കണം. ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നു 1000 പ്രാവശ്യം ചൊല്ലണമെന്ന്. അൽഹംദുലില്ലാഹ് ഇന്നലെ 1000 പ്രാവശ്യം ചൊല്ലി ഞാൻ ദ്വാരന്നിരുന്നു. ഇന്നലെ ഞാനത് ചെയ്തത് പറയാൻ വേണ്ടിയല്ല, നിങ്ങൾക്കൊരു പ്രോത്സാഹനം കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. 1000 പ്രാവശ്യം അത് ചൊല്ലിയിട്ട് ഞാൻ ഇന്നലെ ദ്വാരന്നു. എൻ്റെ കുറേ 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരന്നു. ഇൻഷാ അല്ലാഹ് അതുപോലെ നിങ്ങളും നിങ്ങളുടെ എന്ത് പ്രശ്നമാകട്ടെ, ജോലിയില്ലാത്ത പ്രശ്നമായാലും സാമ്പത്തിക ബുദ്ധിമുട്ടായാലും വീടില്ലാത്ത പ്രശ്നമായാലും ജോലി കിട്ടാത്ത പ്രശ്നമായാലും അതുപോലെ എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളുമായാലും പലരും പല രൂപത്തിലാണ് വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരും ഉദ്ദേശിക്കുന്നിടത്തല്ല ഓരോരുത്തരുടെയും ജീവിതം. ഓരോരുത്തരും പല പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ ഈ വിഷമമെന്ന്. ഇപ്പോൾ വീടില്ലാത്ത ഒരാൾ വിചാരിക്കുന്നു എനിക്ക് മാത്രമേ ഉള്ളൂ വീടില്ലാത്ത വിഷമമെന്ന്. പക്ഷേ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ ആ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവർ വിചാരിക്കുന്നു ഞാനേ ഉള്ളൂ ഇത്ര വലിയ കടക്കാരനായി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതെന്ന്. പക്ഷേ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങളുണ്ട്.
അങ്ങനെ ഓരോ വിഷമവും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ എന്ത് പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കിട്ടും, ദുആയ്ക്ക് ഇജാബത്ത് കിട്ടും. ഞാൻ ഈ പറയുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ചെയ്യണം. ആ ദിക്ർ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ എൻ്റെ കൂടെ നിങ്ങളും കുറച്ച് സമയത്ത് ആ ദിക്ർ ചൊല്ലണം. അതല്ലാതെ കേട്ടിട്ട് നിങ്ങൾ മടക്കി നിർത്തി പൊയ്ക്കളയരുത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ആ കുറച്ച് ദിക്ർ നമുക്ക് ചൊല്ലുകയും ചെയ്യണം. അത് ചൊല്ലിയിട്ട് നമുക്ക് അവസാനം ദുആ രക്കണം. എല്ലാവരും ആ ദിക്ർ ചൊല്ലി ആ ദുആയിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് ആ ദിക്ർ? മഹാന്മാർ പഠിപ്പിച്ചു തന്ന ആ ദിക്ർ ഏതാണ്? യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് 1000 പ്രാവശ്യം ഒരാൾ ചൊല്ലിയിട്ട് ദുആരെന്നാൽ അവൻ എന്ത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണോ അത് ചൊല്ലുന്നത്, ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നതാണെന്ന് മഹാന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ വളരെ പവർഫുള്ളായ ഒരു ദിക്റാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? റാഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? റഹ്മത്ത് ചെയ്യുന്നവൻ, കരുണ ചെയ്യുന്നവൻ, റഹ്മത്ത് ചെയ്യുന്നവൻ, അനുഗ്രഹം ചെയ്യുന്നവൻ. അപ്പോൾ അനുഗ്രഹം ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യുന്നവനായ അല്ലാഹു. യാ അർഹമർ റഹീമീൻ, അർഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ റഹ്മത്ത് ചെയ്യുന്നവൻ, റാഹിമീങ്ങളിൽ ഏറ്റവും വലിയ റഹ്മത്ത് ചെയ്യുന്നവനായ അല്ലാഹു എന്നർത്ഥം വരുന്ന യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്നൊരാൾ 1000 പ്രാവശ്യം ചൊല്ലിയിട്ട് നിഷ്കളങ്കമായ മനസ്സോടെ നല്ല നിയ്യത്തോടെ അല്ലാഹുവിലെല്ലാം വരമേൽപ്പിച്ചുകൊണ്ട് ഒരാൾ 1000 പ്രാവശ്യം ചൊല്ലി അങ്ങ് ദുആരെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, എല്ലാവരും ഒരു അരമണിക്കൂർ സമയം കണ്ടെത്തണം. എല്ലാ ദിവസവും ഇത് ചെയ്യണമെന്നില്ല, കഴിയുന്ന ദിവസങ്ങളൊക്കെ ചെയ്താൽ മതി. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം, അതല്ലെങ്കിൽ നാളത്തെ ദിവസം തന്നെ ചെയ്യണം. വീണ്ടും നിങ്ങൾ അതിനെ അങ്ങോട്ട് പിന്തിച്ചു വെച്ചാൽ, അടുത്ത ആഴ്ച ചെയ്യാമെന്ന് കരുതി പിന്തിച്ചു വെച്ചാൽ ഈ ക്ലാസ് കേട്ടപ്പോൾ ഉള്ള ആ ഉത്സാഹവും ഇൻട്രസ്റ്റും അത് ചിലപ്പോൾ നമുക്കങ്ങ് നഷ്ടപ്പെട്ടു പോകും. കേൾക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, കേൾക്കുന്ന സമയത്ത് അത് ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം, ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാകും. പക്ഷേ പിന്നീട് പിന്തിച്ചു വെച്ചാൽ നമ്മളത് നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ഇന്ന് തന്നെ ഒരു അരമണിക്കൂർ സമയം ചിലവഴിച്ച് അത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് ചെയ്യാൻ പറഞ്ഞത് എനിക്കൊന്നും കിട്ടാനല്ല, നിങ്ങൾ ഓരോരുത്തരുടെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. പലരും പല പ്രശ്നങ്ങൾ പറഞ്ഞല്ലേ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പരിഹാരമാണ്. യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് 1000 പ്രാവശ്യം ചൊല്ലി ദ്വാരക്കണം. അതിൻ്റെ അർത്ഥം 1000 കുറച്ച് ചൊല്ലി ദ്വാരന്നൂടാന്നല്ല കേട്ടോ. ഒരു 100 പ്രാവശ്യം ചൊല്ലിയിട്ട് ദ്വാരന്നക്കാൻ പാടില്ല എന്നല്ല. ഇതിൻ്റെ ഒരു എണ്ണം അങ്ങനെയാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം നിറവേറണമെങ്കിൽ 1000 പ്രാവശ്യം ചൊല്ലിയിട്ട് ദ്വാരക്കാനാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ എന്താ എണ്ണം? അങ്ങനെ ഒരു എണ്ണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു 1000 ചൊല്ലി 1500 ചൊല്ലിയാലോ 2000 ചൊല്ലിയാലോ അങ്ങനല്ല. 1000 എന്ന് പറഞ്ഞാൽ 1000. അതെന്താ കാരണം? നമ്മൾ നിസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യമാണ് സുബ്ഹാനല്ലാഹ് എല്ലാം ആര് പറഞ്ഞത്? സുബ്ഹാനല്ലാഹ് എന്ന് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം, അങ്ങനെ 100 തികയ്ക്കുകയാണ്. ആ 33-ന് പകരം 100 ചൊല്ലിയാലോ? നബി 33 പറഞ്ഞത്. അത് 33 ഇച്ചിരി കുറവാണ്, ഞാനൊരു 100 അങ്ങ് ചൊല്ലുകയാണെന്ന് സുബ്ഹാനല്ലാഹ് 100 വട്ടം ചൊല്ലിയാൽ ഹറാമാണ്. അത് ഹറാമാണ്. കാരണം എന്താ? ഹബീബായ തങ്ങൾക്കെതിരായിട്ട് ചെയ്യുന്നതുകൊണ്ട്. അതല്ല, നിങ്ങൾ നിസ്കാരത്തിന് ശേഷം 33 പറഞ്ഞാൽ 33 തന്നെ ചെയ്യണം. അതാര് പറഞ്ഞു? ആ എണ്ണം ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് അങ്ങനെ 33 തന്നെ ചൊല്ലണം. നിസ്കാരം കഴിഞ്ഞങ്ങോട്ട് മാറിയിരുന്ന് 10,000 20,000 ചൊല്ലിക്കോ, സുബ്ഹാനല്ലാഹ്, ഒരു കുഴപ്പമില്ല. നിസ്കാരത്തിന് ശേഷം 33 എന്ന് പറഞ്ഞതുകൊണ്ട് 33 തന്നെ ചൊല്ലണം. അതുകൊണ്ട് നിങ്ങളുടെ വളരെ അർജന്റായ, വളരെ അത്യാവശ്യമായ നിങ്ങളുടെ വല്ല പ്രശ്നങ്ങളും പരിഹരിക്കാനുണ്ടെങ്കിൽ 1000 പ്രാവശ്യം പറഞ്ഞാൽ 1000 പ്രാവശ്യം തന്നെ ചൊല്ലിയിട്ട് ദ്വാരക്കുക. ഇനി നമ്മൾ ചൊല്ലുന്ന കൂടുതൽ അറിയാതെ 1001 ആയിപ്പോയി, അല്ലെ 1002 ആയിപ്പോയി, അതിന് കുഴപ്പമില്ല. 1000 പൂർത്തിയായി ഉറപ്പായിട്ട് പിന്നെ ചെല്ലാൻ നിൽക്കണ്ടാന്ന്. 1000 പ്രാവശ്യം ചൊല്ലിയിട്ട് ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. യാ അർഹമർ റഹീമീൻ നമുക്ക് കുറച്ച് പ്രാവശ്യം ചൊല്ലി ദ്വാരക്കാം. ആരും നിർത്തിപ്പോയി കളയരുത്.
കേട്ട് കഴിഞ്ഞല്ലോ, നമുക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു, ഇനി നിർത്തി പൊയ്ക്കളയാന്ന് പറഞ്ഞാലും പോകരുത്. ഇൻഷാ അല്ലാഹ് കുറച്ചെല്ലാവരും ചൊല്ല്, എല്ലാവരും ചൊല്ലണം. യാ അർഹമർ റഹീമീൻ ചൊല്ലണം. ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയൊരു ദുആ നമുക്ക് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നിങ്ങളിൽ നിന്ന് എനിക്ക് തിരിച്ചു കിട്ടാനുള്ള ദുആ മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരക്കുന്നുണ്ട്, ഈ മജ്ലിസിൽ ദ്വാരക്കുന്നുണ്ട്, ക്ലാസ്സിൽ ദ്വാരക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് ദ്വാരക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ചാനൽ നഈമി വിഷൻ എന്ന ചാനൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മടി കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ളവർക്ക് ഇൽമെത്തട്ടെ. ഞാൻ നിങ്ങൾക്ക് ഇൽമ പറഞ്ഞു തരുന്നത് എനിക്ക് അല്ലാഹ് ഒരു കൂലി തരില്ലേ എന്നതുപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കും ആ ഇൽമ പറഞ്ഞു കൊടുത്തതിൻ്റെ കൂലി കിട്ടുന്നതാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആരും നിർത്തിപ്പോകാതെ എല്ലാവരും കുറച്ച് പ്രാവശ്യം, നമുക്ക് കുറച്ച് 100 പ്രാവശ്യം, ഒരു 100 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കാം. കാരണം അത്രയ്ക്ക് പവർഫുള്ളായ ദിക്റായത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അർഹമർ റഹീമീൻ, 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 യാ അർഹമർ റഹീമീൻ. നിങ്ങൾ 1000 പ്രാവശ്യം ചൊല്ലുമ്പോൾ നിങ്ങൾ സ്പീഡ് ചൊല്ലിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ അങ്ങനെ സ്പീഡ് ചൊല്ലിയാൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ നല്ലതുപോലെ 100 പ്രാവശ്യം ചൊല്ലിട്ട് നമുക്ക് ദ്വാരക്കാം. യാ അർഹമർ റഹീമീൻ, 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 യാ അർഹമർ റഹീമീൻ. എല്ലാവരും ചൊല്ലിട്ടാ, എല്ലാവരും കേൾക്കുന്നവരെല്ലാം ചൊല്ലിക്കോ. എല്ലാവരും ചൊല്ലിട്ട് നമുക്ക് ദ്വാരക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. യാ അർഹമർ റഹീമീൻ, 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 യാ അർഹമർ റഹീമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ 100 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ചൊല്ലി, പടച്ചവനെ അത് ചൊല്ലിയ എനിക്കും ഇത് കേട്ട് ചൊല്ലിയ സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ. വെള്ളിയാഴ്ച രാവിലാണ് നാം ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് വെള്ളിയാഴ്ച രാവ് കഴിഞ്ഞിട്ട് കേട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
വെള്ളിയാഴ്ച രാവിലാണ് നമ്മളിപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവ് കഴിഞ്ഞ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളിത് ചൊല്ലുകയും ദുആരക്കുകയും ചെയ്യണം, ദുആയിൽ പങ്കെടുക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും ഇൻഷാ അള്ളാഹ് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹു ചൊല്ലുന്നതോടുകൂടി അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. ഹബീബായ അതിനൊപ്പം ഞാൻ വേറെ ഒന്നിനൊരു കാര്യം കൂടി പറയുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ഫഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. എന്താണത്? അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ പറ്റുന്ന രണ്ട് വാചകങ്ങൾ. അതുമാത്രമല്ല, മീസാൻ എന്ന ത്രാസിൽ നന്മതിന്മകൾ തൂക്കുന്ന ത്രാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന രണ്ട് വാചകങ്ങൾ, നന്മയുടെ ത്രാസ് വളരെ ഭാരമുള്ളതായി മാറുന്ന രണ്ട് വാചകങ്ങൾ. തീർന്നില്ല, ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വാചകമാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള രണ്ട് വാചകങ്ങളാണ്. നന്മതിന്മകൾ തൂക്കപ്പെടുമ്പോ നന്മയുടെ ത്രാസ് ഭാരമുള്ളതായി മാറുന്ന രണ്ട് വാചകമാണ്. വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ പറ്റുന്ന രണ്ട് വാചകമാണ്. ആ വാചകം ഏതാണെന്നറിയോ? ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ വാചകം ഏതാണെന്നറിയോ? ആ വാചകമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നമുക്കൊക്കെ അറിയുന്നതാണ്, പക്ഷെ പ്രത്യേകത നമുക്കറിയാമായിരുന്നോ? നമുക്കൊക്കെ അറിയുന്ന വാചകമാണ്, പക്ഷേ അതിൻ്റെ പ്രത്യേകത നമുക്കറിയൂലായിരുന്നു. അതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതാ നന്മതിന്മകൾ തൂക്കുമ്പോ നന്മയുടെ ത്രാസ് വളരെ ഭാരമുള്ളതായി മാറാൻ ഉപകരിക്കുന്ന വാചകമാണ്. അതുമാത്രമല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാചകം ചൊല്ലുന്ന ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ട് വാചകം നമ്മൾ ഒരുപാട് ചൊല്ലിയാൽ അള്ളാഹിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടൂലേ? ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവൂലേ? നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടൂലേ? അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ അള്ളാഹോട് ചോദിക്കുമ്പോൾ അള്ളാഹ് തരൂലേ? ദ്വാരക്കുമ്പോൾ ഉത്തരം കിട്ടൂലേ? സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ചില ട്രിക്കുകളുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് ധാരാളം ചൊല്ലുക. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ട് വാചകം ധാരാളമായി ചൊല്ലിയിട്ട് നിങ്ങൾ ദ്വാരക്കണം. എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും. നമുക്ക് കുറച്ചല്ല, അതുകൂടെ ചൊല്ലിട്ട് നമുക്ക് ദ്വാരക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എല്ലാവരും ചൊല്ലിക്കോ, എല്ലാവരും ചൊല്ലിക്കോ, കൂടെ ചൊല്ലിക്കോ, ആരും മടി കാണിക്കണ്ട, ചൊല്ലിക്കോ, നമുക്ക് വിജയിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നിങ്ങൾ തിരിച്ചെനിക്ക് ദുആ മാത്രമാണ് പ്രതീക്ഷയുള്ളത്. എല്ലാവരും ദുആ രക്കുമ്പോൾ എനിക്ക് വേണ്ടി ദുആ രക്കണം.
ഇൻഷാ അല്ലാഹ് എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ദ്വാരക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളോട് എനിക്ക് വേണ്ടി ദ്വാരക്കണം, നിങ്ങളുടെ ദുആയിലും എന്നെ ഉൾക്കൊള്ളിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. എല്ലാവരുടെയും ദുആയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടാകണം, എനിക്ക് വേണ്ടി ദ്വാരക്കണം. അത് മാത്രമേ നിങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ച് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദ്വാരക്കണം. അല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. റഹ്മാൻ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനെ ഞങ്ങൾ ചൊല്ലിയത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞ ഇൽമ് അത് നീ സ്വീകരിക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. തസ്ബീഹ് നീ സ്വീകരിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. എല്ലാവരും ദുആയിൽ പങ്കെടുത്തിട്ട് ക്ലാസ് ഓഫ് ചെയ്യാവൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ഞങ്ങൾ 100 പ്രാവശ്യം ചൊല്ലിയത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുപോലെ നിനക്കിഷ്ടപ്പെട്ട 2 വാചകങ്ങളായ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന തസ്ബീഹ് ഞങ്ങൾ ചൊല്ലിയത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബുകൾ ശുദ്ധിയാക്കണേ അല്ലാഹ്. കാമിലായ ഈമാൻ നൽകണേ അല്ലാഹ്. മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റഹ്മാനെ. നഈമി വിഷൻ എന്ന ചാനലിലൂടെ ചെല്ലുന്ന ക്ലാസ്സുകൾ കേട്ടിട്ട് ഒരുപാട് സഹോദരി സഹോദരന്മാർ പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ഏൽപ്പിച്ചവരുണ്ട്. അതുപോലെ അസുഖം ശിഫയാകാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. പെട്ടെന്ന് ഖൈറായ ജോലി കിട്ടാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. വിഷമങ്ങളും പ്രയാസങ്ങളും മാറാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ബിസിനസ് വിജയിച്ച് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. രോഗം ശിഫയാകാൻ ഏൽപ്പിച്ചവരുണ്ട്. അതുപോലെ വെള്ളപ്പാണ്ട് രോഗം ശിഫയാകാൻ ഏൽപ്പിച്ചവരുണ്ട്. മക്കൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് സഹോദരി സഹോദരന്മാർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ നിന്നെ കണ്ടുകൊണ്ട് ഏൽപ്പിച്ചതാണ്, നിന്നെ കണ്ടുകൊണ്ട് ഏൽപ്പിച്ചതാണ്. നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ജോലികളിൽ ബിസിനസ്സുകളിലെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബിസിനസ്സുകൾ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അഷ്റഫ് ഖാൻ എന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഫിറോസ് എന്ന് പറയുന്ന സഹോദരൻ്റെയും ബിസിനസ് വിജയിച്ച് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. തടസ്സങ്ങളൊക്കെയും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അഷ്റഫ് ഖാൻ എന്ന ആ സഹോദരൻ ആ ബിസിനസ് വിജയിച്ച് കിട്ടിയാൽ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യനാണ്. ഒരുപാട് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ തടസ്സങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ. അവരുടെ എല്ലാം ഹദറാത്തിലേക്ക് ഞങ്ങൾ ഓതിയ അദ്കാറിൻ്റെയും തസ്ബീഹിൻ്റെയും ഒക്കെ മിസ്ലു സവാബിനെ ഹദിയ ചെയ്യുന്നു അല്ലാഹ്. പ്രത്യേകിച്ച് സാധുവായ എൻ്റെ പിതാവ് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ എൻ്റെ വാപ്പയുടെ ആ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതിൻ്റെ എല്ലാം മിസ്ലു സവാബിനെ
മരണപ്പെട്ടു പോയ എൻ്റെ വാപ്പയുടെ ഹദറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാ. അതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ എല്ലാം ഹദറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. അവർക്ക് സ്വർഗം നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതുമായ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ആവശ്യമായ സമയത്തു നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ചാനലിലൂടെ വരുന്ന ക്ലാസ്സുകളും പ്രസംഗങ്ങളുമൊക്കെ ആരെല്ലാം കേൾക്കുന്നവരുണ്ടോ, കാണുന്നവരുണ്ടോ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ടോ, അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. പടച്ചവനെ, മറ്റുള്ളവരിലേക്ക് ദീനീ വിജ്ഞാനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന നഈമി വിഷൻ എന്ന ഈ ചാനൽ നീ വിജയത്തിലാക്കണേ അല്ലാ. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഉപകാരമുള്ളതാക്കണേ അല്ലാ. ലക്ഷക്കണക്കിനായ മുഅ്മിനീങ്ങൾക്ക്, ലക്ഷക്കണക്കിനായ മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു മാധ്യമമാക്കി ഞങ്ങളുടെ നഈമി വിഷൻ എന്ന ചാനൽ നീ മാറ്റണേ അല്ലാ. അതുപോലെ ഞങ്ങൾ ആരംഭിച്ചു വെച്ച, ഞങ്ങൾ തുടങ്ങി വെച്ച ജീലാനി മജ്ലിസ് അത് നീ നിലനിർത്തി തരണേ അല്ലാ, നിലനിർത്തി തരണേ അല്ലാ, വിജയിപ്പിച്ചു തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, എല്ലാം നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു അല്ലാ, എല്ലാം നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു അല്ലാ, എല്ലാം നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു അല്ലാ. ജനങ്ങൾക്ക് വളരെ വ്യക്തമായി ക്ലാസ്സുകളും പ്രസംഗങ്ങളും അതുപോലെ മജ്ലിസുകളുമൊക്കെ വ്യക്തമായി കാണിച്ചു കൊടുക്കാനും വ്യക്തമായി അവതരിപ്പിച്ചു കൊടുക്കാനും ആവശ്യമായ സാധനങ്ങളുണ്ട്. ക്യാമറയും സൗണ്ടും അതുപോലെ ലാപ്ടോപ്പും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നല്ല രൂപത്തിൽ ജനങ്ങളിലേക്ക് ഇൽമുകൾ എത്തിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹുവേ, അതൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ നീ എളുപ്പമാക്കി തരണേ അല്ലാ, അതൊക്കെ നീ എളുപ്പമാക്കി തരണേ അല്ലാ, അതൊക്കെ നീ എളുപ്പമാക്കി തരണേ അല്ലാ. അതുവഴി നിന്റെ ദീനിന്റെ അറിവുകൾ റഹ്മാനെ, ദീനീ വിജ്ഞാനം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ ദുആയിൽ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദരീ സഹോദരന്മാരുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ നീ അറിയുന്നവനാണ്. എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആരെല്ലാം ദുആ ചെയ്യാൻ എന്നോട് ഏൽപ്പിച്ചവരുണ്ടോ അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദുആ രക്കണമെന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേട്ടു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് അവസാനം ആമീൻ ആമീൻ എന്ന് എല്ലാവരും കമൻ്റായി രേഖപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.